എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിൻ്റെ ഭാഗമായുള്ള ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഓൺലൈനായി ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് ഓൺലൈനായി അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നിലവിൽ ഏതെങ്കിലും കോളേജിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്കിപ്പോൾ പുതിയൊരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ പുതിയ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഓഗസ്റ്റ് 3, 4, 5 തീയതികളിലാണ് അഡ്മിഷൻ. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ ആവശ്യമായ രേഖകളുടെ ഒറിജിനൽ സഹിതം കോളേജിൽ ഹാജരായി പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇവിടെ പെർമനൻ്റ് ഓർ ടെമ്പററി അഡ്മിഷന് മറുപടി കിട്ടിക്കഴിഞ്ഞു. ടെമ്പററി അഡ്മിഷൻ ഇല്ല, പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. ഓഗസ്റ്റ് 3, 4, 5 തീയതികളിൽ തന്നെ ഇവ എടുക്കുകയും വേണം. ഏതെങ്കിലും കാരണത്താൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർ അഡ്മിഷൻ തീയതിക്ക് മുൻപായി അതാത് കോളേജ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെടേണ്ടതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ വിവരം നേരത്തെ തന്നെ കോളേജിനെ അറിയിക്കേണ്ടതാണ്. നിലവിൽ അഡ്മിഷനുള്ളവർ സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നിവയൊക്കെ ഒഴികെ പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിച്ചവർ പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ ഉള്ളവരാണെങ്കിൽ പോലും സ്പോർട്സ്, മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി അഡ്മിഷനുകൾ ഒഴികെ ഈ കോട്ടകളൊക്കെ ഒഴികെ മെറിറ്റിൽ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ കോളേജിൽ നിർബന്ധമായും അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അവർക്ക് മുൻപെടുത്ത അഡ്മിഷനിൽ തുടരാൻ സാധിക്കുന്നതല്ല. സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിൽ നിലവിൽ അഡ്മിഷനുള്ള വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ കോളേജ് കോഴ്സ് താല്പര്യമെങ്കിൽ പഴയ അഡ്മിഷനിൽ ലഭിച്ച കോളേജിൽ തൃപ്തരാണെങ്കിൽ പഴയ അഡ്മിഷനിൽ തുടരാവുന്നതാണ്. എന്നാൽ ഇങ്ങനെ ആദ്യ സപ്ലിമെൻ്ററി അഡ്മിഷൻ എടുക്കാത്ത പക്ഷം രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിഗണിക്കില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും കോട്ടിൽ മാനേജ്മെൻറ്റ് അൺഎയ്ഡഡ് മറ്റേ ഏതെങ്കിലും കോട്ടിലൊക്കെ അഡ്മിഷൻ നേടിയവർക്കാണെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് കോഴ്സ് തൃപ്തരല്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ അഡ്മിഷനിൽ തന്നെ തുടരാൻ സാധിക്കുന്നതാണ്. അപ്പം ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളെ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല, രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല. യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കാത്തവരെയും ഫീസ് അടച്ച ശേഷം ഹാജരായി പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാത്ത അപേക്ഷകരുടെയും അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതും അവരെ തുടർന്ന് വരുന്ന രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതുമല്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച അപേക്ഷകർ അവർക്ക് ലഭിച്ച സീറ്റിൽ തൃപ്തരല്ലെങ്കിൽ പോലും തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിനായി അഡ്മിഷൻ ഫീസ് അടച്ച് കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കോളേജ് ആണെങ്കിൽ പോലും നിങ്ങളവിടെ ഫീസ് അടയ്ക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഫീസ് അടച്ച ശേഷം കോളേജിൽ അഡ്മിഷൻ നേടാതിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടിയ സീറ്റ് നഷ്ടമാകും എന്നുള്ള മാത്രമല്ല തുടർന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതുമല്ല. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. നിലവിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെയും മുൻ അലോട്ട്മെൻറ്റിൽ ഫീസ് അടയ്ക്കാതെ അലോട്ട്മെൻറ്റ് റദ്ദായ അപേക്ഷകരെയും ഫീസ് അടച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെയും ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാതെ അഡ്മിഷൻ നഷ്ടമായ വിദ്യാർത്ഥികളെയും പുതിയ ഓപ്ഷനുകൾ നൽകാത്ത പക്ഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിച്ചിട്ടില്ല. അതായത് നിലവിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് മുൻ അലോട്ട്മെൻറ്റുകളിൽ ഫീസ് അടയ്ക്കാതെ പോയതിനാൽ അല്ലെങ്കിൽ ഫീസ് അടച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാത്തവർ, ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ട് അത് പെർമനൻ്റ് ആക്കാത്തവർ, അങ്ങനെയുള്ള അഡ്മിഷനൊക്കെ നഷ്ടപ്പെട്ടു പോയവർക്ക് ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതിയ ഓപ്ഷനുകൾ നൽകണമായിരുന്നു. അങ്ങനെ നൽകാത്തവരെ പരിഗണിച്ചിട്ടില്ല. ഓഗസ്റ്റ് 5-നകം പുതിയ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ നേടിയില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവുന്നതാണ്. ഓഗസ്റ്റ് 5-നുള്ളിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ലഭിച്ചെടുത്ത് അഡ്മിഷൻ തരണം.
വിദ്യാർത്ഥികൾ ലഭിച്ച അലോട്ട്മെന്റിൽ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷനുകൾ ഓഗസ്റ്റ് 6 വൈകിട്ട് 5 മണിക്ക് മുമ്പ് നീക്കം ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന അപേക്ഷകരെ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പ്രസ്തുത ഓപ്ഷനുകളിലേക്ക് പരിഗണിക്കുകയും സീറ്റ് ലഭിക്കുന്ന പക്ഷം ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇത്തരം വിദ്യാർത്ഥികൾക്ക് പഴയ ഓപ്ഷനുകൾ തുടരാൻ സാധിക്കില്ല. അതായത് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇൻകേസ് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടി, നിങ്ങൾക്ക് അത് ഓക്കെയാണ്, 4, 3, 2, 1 ഓപ്ഷനുകളൊന്നും വേണ്ട. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? ആ 4, 3, 2, 1 ഓപ്ഷനുകളെല്ലാം ക്യാൻസൽ ചെയ്ത് കളയണം. ഇൻകേസ് നിങ്ങൾ 4, 3, 2 ഓപ്ഷനുകളൊന്നും ക്യാൻസൽ ചെയ്യാതിരുന്നാൽ അടുത്ത രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് മാറേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന 5ാമത്തെ ഓപ്ഷൻ കിട്ടില്ല. അത് ആദ്യം ഉണ്ടായിരുന്നവർ തുടരാൻ സാധിക്കില്ല. അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അബാർ ഐ ഡി നിർബന്ധമായും ഉണ്ടാക്കേണ്ടതാണ്. ആയതിനാൽ നിലവിൽ അബാർ ഐ ഡി ഇല്ലാത്ത വിദ്യാർത്ഥികൾ അഡ്മിഷൻ തീയതിക്ക് മുമ്പായി www.abc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അബാർ ഐ ഡി ജനറേറ്റ് ചെയ്യുന്നതാണ്. അബാർ ഐ ഡി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അബാർ ഐ ഡി ഉണ്ടാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളൊന്ന് ചെയ്താൽ മതി. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അബാർ ഐ ഡി ഉണ്ടാക്കാൻ സഹായിക്കുന്നതായിരിക്കും. വിശദ വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റ് admission.kannuruniversity.ac.in/FIUGP 2026 എന്നിവ സന്ദർശിക്കുക. ഹെൽപ്പ് ലൈൻ നമ്പർ 82 81 88 30 52 എന്ന നമ്പറിൽ ബന്ധപ്പെടാൻ സാധിക്കും. ഇത്രയും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. അപ്പോൾ പുതിയ കാണുന്നതിന്